അതെന്താ? അല്ല, ഞാൻ എല്ലാ വർഷവും ഓണം ബമ്പർ അടിച്ച് പറഞ്ഞിടാറില്ലേ? 50 ലക്ഷം. 50 ലക്ഷം 1 കോടി. ശരത്തേട്ടന്റെ അടുത്ത് വരും. ഇല്ലല്ല, ഞാൻ ക്രിക്കറ്റ് കളിക്കാറ്. എനിക്കും പ്രയോഗത്തിൽ വിശ്വാസമുണ്ട്. ഇനി ശരിക്കും ബാക്കിൽ ആരോ ഉള്ള പോലെ ഒരു ഫീൽ എനിക്ക് തോന്നിയാണ്. വെറൈറ്റി പറയാമോ? എന്റെ അമ്മേന്റെ പേരിൽ നടന്ന കഥ. അതുകൊണ്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് കാണും. എണീറ്റ പാടെ ഞാൻ നോക്കിയപ്പോ എന്റെ കാലിന്റെ ഒരു രൂപ ഇരിക്കുന്നുണ്ട്. എന്ത് അവരെല്ലാരും ഇവിടെ പുറത്താക്ക്. അങ്ങനെ പൂച്ച വല്ല പാലടിക്കാൻ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ട് എന്റെ സ്വപ്നത്തിൽ ഒരു പെണ്ണെന്റെ കാലിലോട്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. കുറെ മുടിയൊക്കെ ഉള്ള ഒരു പെണ്ണാണ്. ഒരു പേടി തോന്നി, ഇങ്ങനെ ഒരാളുള്ള പോലെ ഒരു ഫീലൊക്കെ വന്ന. അതിന് മെയിൻ ആള് പിന്നെ പുള്ളിക്കതൊക്കെ ഇഷ്ടമുണ്ട്. ഇത്രയും പ്രായമായിട്ട് കാമുകില്ലാത്തതിന്റെ പ്രശ്നം മനസ്സിലായി. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് മഹാരാജാസ് ഹോസ്റ്റലിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ശരത്, അഖിൽ, NRD, അഖിൽ, സന്ദീപ് എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഒരു മഹാരാജ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും കോളേജ് ഹോസ്റ്റൽ ആ ഒരു വൈബായിരിക്കുമല്ലേ. അപ്പം ആദ്യം തന്നെ എനിക്ക് മനസ്സിൽ വരുന്നത് അടികപ്പിയര കൂട്ടമണിയാണ്, പിന്നെ പ്രകമ്പനം. ആ ഒരു സ്റ്റോറി പോലുള്ള ഒരു സ്റ്റോറി ആയിരിക്കും മഹാരാജ ഹോസ്റ്റൽ. അല്ല അല്ല. അധികപ്പേരെ കൂട്ടുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യുവാണെങ്കിൽ അധികപ്പേരക്കകത്ത് ഫുള്ള് ഹോസ്റ്റലിൽ നടക്കുന്ന സംഭവം. ഇത് ഹോസ്റ്റലിൽ വെച്ച് കണക്ട് ചെയ്തിട്ട് വേറൊരു സ്റ്റോറി പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് നമുക്ക് ഫുൾ ഹോസ്റ്റൽ മൂവി എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഹോസ്റ്റൽ വരുന്നുണ്ട്, കോളേജ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷെ വേറൊരു തരത്തിലുള്ള കണ്ടന്റ് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ആ കണ്ടന്റ് സസ്പെൻസ് ആണ്. അല്ല, ഒക്കെ പറഞ്ഞുതരാം. അല്ല, അത് കണ്ടിട്ടാണ് ഞങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം മഹാരാജ ഹോസ്റ്റൽ എന്ന് പേരിട്ടില്ല. എല്ലാരും ഹോസ്റ്റൽ സിനിമയാണ്. അതെ. പിന്നെ ആ കോളേജായിട്ട് ബന്ധമുണ്ടോന്നും പല ആൾക്കാരും മഹാരാജ ഒരു ബന്ധമല്ല. അതെന്തുകൊണ്ടപ്പോ മഹാരാജ ഹോസ്റ്റൽ എന്നിട്ട് വെറുതെ? അത് ഞങ്ങള് കോളേജ്, നമ്മുടെ ഹോസ്റ്റലിന്റെ പേര് മഹാരാജ ഹോസ്റ്റൽ എന്നാണ്, അങ്ങനെ വന്നുള്ളൂ. അല്ലാതെ മഹാരാജാസ് എന്ന് പറഞ്ഞ കോളേജുമായിട്ട് ബന്ധമില്ല. ഈ DOP പറഞ്ഞായിട്ട് പോലെ മഹാരാജ എന്ന് പറയുന്ന എല്ലാ വന്ന സിനിമകളായി പോലും ആ പേര് വന്നാക്കുന്ന എല്ലാം തന്നെ ഹിറ്റ്. അങ്ങനെ വന്നിട്ട പേരാണ് മഹാരാജ ഭവൻ. പേരിന് വിശ്വസിച്ചിട്ടതല്ല, നമ്മളെ വിശ്വസിച്ചിട്ടല്ല, പേര് വിശ്വസിച്ചിട്ട. നിങ്ങൾ എല്ലാവരും നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഒരു കോമൺ ഫാക്ടർ കണ്ടന്റ് ക്രിയേഷൻ ആണല്ലോ. അപ്പൊ കണ്ടന്റ് ക്രിയേഷന് സിനിമയിലോട്ടുള്ള ഒരു അഭിനയം, ആ ഒരു ചേഞ്ച് എങ്ങനെ തോന്നി? നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ഡിഫറൻസ് ആണ്. നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മള് റീൽ ചെയ്യാൻ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് ശീലിച്ച് ഇപ്പോൾ ഇവിടെ വന്ന് അവർ ഡയറക്ടർ പറയുന്നത് കേട്ട് ചെയ്യണം. ഓരോ സീനൊക്കെ ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് ഓരോ സീനും എടുത്തോണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് മുന്നേ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ചിലർക്ക് ഇതിൽ അഭിനയിച്ച് 1-2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷാമാൻ, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അല്ല, ഓരോ സിനിമ ഓരോ എക്സ്പീരിയൻസ് അല്ലേ. റീലും സിനിമയിലും ഓക്കെ വേണം, പക്ഷെ റീല് ഓക്കെ പറഞ്ഞാൽ നമ്മളായിരിക്കും, സിനിമയിൽ ഒക്കെ പറഞ്ഞ ഡയറക്ടർ. അപ്പം ഈ ഓക്കെ കിട്ടാൻ വേണ്ടി നല്ലപോലെ താമസിക്കും, കുറെ വട്ടം റീടേക്ക് എടുക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ റീടേക്ക് എത്രാമത്തേരുന്നു? റീടേക്ക് അത് ഞാൻ എണ്ണീട്ടില്ല, പക്ഷെ കുറെ പോയിട്ടുണ്ട്. ഡാൻസിന്റെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും എനിക്ക് തോന്നിയത്. കാരണം ഡാൻസ് കളിക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പൊ കണ്ടന്റ് ക്രിയേഷനും മൂവിയിൽ അഭിനയിക്കും ചോദിച്ചാ കണ്ടന്റ് ക്രിയേഷൻ ആണ് എളുപ്പം? എളുപ്പം തന്നെ. ഇതെന്ന് പറയുന്ന ഒരു ടീം വർക്ക് അല്ലേ, അപ്പൊ നമ്മളെല്ലാതും നോക്കേണ്ടി. മൂവി പോലെ തന്നെ വീഡിയോസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, അവരെ വെച്ച് നോക്കുമ്പോൾ സെയിം തന്നെ. പക്ഷെ അവർക്കും അത് എഫേർട്ട് എടുത്തായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. കാരണം അത് ആൾക്കാർ കുറവായിരിക്കും. ഇപ്പൊ മൂവിയിലാണെങ്കിൽ എല്ലാം ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ പറഞ്ഞ ചില ആൾക്കാർ മൂവി പോലൊക്കെ വീഡിയോസ് എടുക്കുന്ന കുറെ നാളുകൾ ഇപ്പൊ എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തൊക്കെ എടുക്കുന്നത്. അവർക്ക് വെച്ച് നോക്കുമ്പോൾ സിനിമയെക്കാളും പാട്ടെടുക്കുന്ന ആൾക്കാരും കാണും. പക്ഷെ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ റീൽസ് ആണല്ലേ ഒന്നുകൂടെ എളുപ്പം റീൽസ് ചെയ്യാൻ. അപ്പം കണ്ടന്റ് ക്രിയേഷൻ, നിങ്ങളുടെ കണ്ടന്റ്സ് ഒക്കെ നോക്കുമ്പോ അല്ലേ ഭയങ്കര നമുക്ക് റിലേറ്റബിൾ ആണ് ഒരുപാട്. അത് എങ്ങനെയാണ് രാവിലെ എണീക്കുമ്പോ ശരി ഈ കണ്ടന്റ് ചെയ്യാന്ന് പറഞ്ഞ് തുടങ്ങുകയാണോ? എങ്ങനെയാണ് ടോപ്പിക് കിട്ടുന്നത് നിങ്ങൾക്ക്? സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഞാൻ പലയിടത്തുനിന്ന് കിട്ടും, ഞാനത് കോപ്പി അടിക്കില്ല, ഞങ്ങൾ ഇൻസ്പയറിംഗ് ആണ്. ജെമിനിയോട് ചോദിച്ചാൽ കിട്ടോ കണ്ടന്റ് ടോപ്പിക്? ഇല്ല, നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യും പല കണ്ടന്റുകൾ. പലരും ഇതുപോലെ ചില ട്രോൾസും അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ പല സംഭവം കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇൻസ്പയർഡ് ആവും. അത് ഞങ്ങളെ ഹേറ്റേഴ്സ് പറയാൻ കോപ്പിയാന്ന്, ശരിക്കും ഇൻസ്പിറേഷൻ ആണ് അല്ലേ? അല്ല, ചില സാധനമൊക്കെ നമ്മളെ റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറെ സാധനം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ കോണ്ടന്റ് ആക്കി ആൾക്കാരുടെ
കാരണം അവർക്കൊരു കണക്ട് ചെയ്യുമ്പോഴാണല്ലോ അത് റിലേറ്റബിൾ കണ്ടന്റ് ആവുന്നത്. അതെ അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സാധനം ഇൻസിഡന്റ് വീണ് കിട്ടുമ്പോൾ ഇത് സബ്ജക്റ്റ് ആക്കാം എന്നുള്ള ഒരു ഐഡിയ, പിന്നെ അതിനെ സ്ക്രിപ്റ്റ് വർക്ക് ആക്കി അതിലോട്ട് എത്തിച്ച് ഫ്രണ്ട്സിന്റെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഫ്രണ്ട്സിന്റെ കാരണം അവരോട് സംസാരിച്ചാൽ അത് ഇഷ്ടം. അതെ അവരോടൊപ്പം ഒരു ദിവസമൊക്കെ ഇങ്ങനെ പോയി സ്പെൻഡ് ചെയ്ത് ഒരു 3-4 കണ്ടന്റ് കിട്ടും. ഒരു കണ്ടന്റ് ഫുള്ളായിട്ട് അതിന്റെ ഒരു ഡ്യൂറേഷൻ എത്ര ഒരു ദിവസത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും? അതൊക്കെ ചിലപ്പോ പെട്ടെന്ന് ഇവ ഒരാഴ്ച 7 വീഡിയോ കിട്ടിയിട്ടുണ്ടല്ലോ. 14 വീഡിയോ രാവിലെ ഒന്ന് ആണെങ്കിൽ പോലും നേരത്തെ ആണെങ്കിൽ ഇതുപോലെ ഒരു ദിവസം 3 വീഡിയോ ഇട്ട ദിവസം കൊണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് കൂടി കഴിക്കുന്ന ദിവസം യൂട്യൂബിലൊക്കെ. അത് കഴിഞ്ഞ് കുറെ ആൾ കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റിയിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ മെയിൻ വീഡിയോ ഷോർട്ട് വീഡിയോ ആക്കി. പിന്നെ ഇപ്പോൾ കുറെ ആൾ കഴിഞ്ഞപ്പോൾ കുറെ സ്ട്രെസ് കൂടിയപ്പോൾ ഞാൻ പിന്നെ അത് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടാക്കി. ഇപ്പൊ അങ്ങനെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടാക്കൊണ്ടിരിക്കും. എന്നാലും ഇപ്പോഴും ഒരു ദിവസം 2 വീഡിയോ ഇട്ടാ. ഈ സിനിമയുടെ തിരക്കിന്റെ ഒക്കെ ഇടയ്ക്ക് ഇതിനും സമയം ഉണ്ടാവലുണ്ട്. ഓ ഇവന്റെ കൂടെ ഉള്ളവർക്കെല്ലാം ബംഗാളി പണിയാ. അവന്മാരെ ഇവിടെ വന്നപ്പോ നടത്തിയ ആൾക്കാരെ അവർക്ക് ഈ പറഞ്ഞ ടൈം പീരീഡ് വെച്ചാണ് ഞാനാണ് ബംഗാളി പീരീഡ് എടുക്കുന്നത്. അപ്പൊ സന്ദീപന്റെ അടുത്ത് വരികയാണെങ്കിൽ ഈ സിനിമ പോലെ തന്നെ ചേട്ടന് ക്രിക്കറ്റ് ഭയങ്കര ക്രേസ് ആണ് നമ്മളെ കണ്ടന്റിലൊക്കെ. എനിക്ക് നിന്നെ പോലെ ചെറിയ പ്രായമാണോ? നിങ്ങളൊക്കെ ജെൻസിയാണോ? ജെൻസിയിലല്ലോ. അല്ല ഞാൻ ഞാൻ ജെൻസിയാ. ക്രിക്കറ്റിനോട് ഭയങ്കര ഒരു ഇഷ്ടം കണ്ടിട്ടുണ്ട്. മോൾക്ക് ക്രിക്കറ്റിന്റെ ധോണിയുടെ ജേഴ്സി ഒക്കെ മേടിച്ച് അതെന്തുകൊണ്ട് ഇത്രയും ഒരു ഭ്രാന്തമായ ഇഷ്ടം എന്തുകൊണ്ടാണ് ക്രിക്കറ്റിനോട് തോന്നിയത്? അതല്ല, അത് പണ്ട് തൊട്ടേ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം ഞാൻ കൂടുതലും കളിച്ചിട്ട് ടെന്നീസ് ബോളാണ്. ടെന്നീസ് ബോളിലാണ് കളിച്ചോണ്ട്, സോഫ്റ്റ് ബോൾ. അപ്പം ഈ ഒരു ലാസ്റ്റ് നവംബറിലാണ് CCL പ്ലേയേഴ്സ് ഒക്കെ ആയിട്ട് കളിച്ചത്. അപ്പൊ ആ സമയത്ത് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ടെന്നീസിൽ നിന്ന് ഈ ലെതർ ബോളിലോട്ട് ഭയങ്കര ഡിഫറെന്റ്, ഒരു ആപ്പല് വ്യത്യാസമുണ്ട്. ഒരുപാട് ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞു, സ്റ്റാൻസ് ശരിയല്ല, ഷോട്ട്സ് ശരിയല്ല. അത് ശരിയാ, അത് അവർ പറഞ്ഞ കാര്യം. കാരണം അവർ അന്നത് പറഞ്ഞതുകൊണ്ട് എനിക്ക് അടുത്ത ദിവസം തൊട്ട് കോച്ചിങ്ങിന് പോകാൻ പറ്റി. ഇതിനു മുമ്പ് പണ്ട് പ്രാക്ടീസിന് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിലെ. അപ്പൊ അന്ന് ഫിനാൻഷ്യലി പറ്റാത്തതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ തന്ന ക്രിക്കറ്റ് ബാറ്റും ജൂഡ് അവൻ്റെ തന്ന ഒരു ക്രിക്കറ്റ് ബാറ്റും പിന്നെ പാഡ് വീട്ടിൽ നിന്ന് മേടിച്ചിരുന്നു. പക്ഷേ ബാഗ് മേടിച്ചിരുന്നു, കിറ്റ് ബാഗ് മേടിച്ചിരുന്നില്ല. കാരണം കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പം പോകാൻ വീട്ടുകാർ വിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചില്ല. അപ്പൊ ഞാൻ അന്ന് നമ്മളെ മറ്റേ ട്രിപ്പൊക്കെ കൊണ്ടുവന്ന പണ്ടൊരു ബാഗ് ഉണ്ടല്ലോ, അതിൽ ഞാനൊരു ബാറ്റ് വയ്ക്കുകയാണെങ്കിൽ ഒരു ഹോൾ ഇട്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്രാക്ടീസിന് പോയത്. പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഇതും ചുമന്നില്ല, ഡെയിലി വീട്ടിൽ നിന്നും കൊണ്ടാക്കാൻ ആളില്ല, ഞാൻ ബസ് കയറി പോകണം. അപ്പം ഭയങ്കരമായിട്ട് പിന്നെ വയ്യാതായി, പിന്നെ അങ്ങ് നിർത്തി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എനിക്കിത് എന്തോ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കോച്ചിങ്ങിന് പോയി ഡെവലപ്പായി വന്നു. പിന്നെ എനിക്ക് അന്ന് വാങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഇന്ന് മേടിച്ച് എന്റെ സന്തോഷം കണ്ടെത്തുന്നു. അതാ ഞങ്ങളുടെ ക്രിയേറ്റീവ് ഹെഡ് പറഞ്ഞിരുന്നു, ചേട്ടൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ക്രിക്കറ്റ് ബാറ്റ് മേടിക്കണം, നല്ല എക്സ്പെൻസീവ് ബാറ്റ്സ് ഒക്കെ ഉണ്ട് ചേട്ടൻ. അല്ല, അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ ചിലപ്പോ എനിക്ക് ഈ ഒരു ഐഫോൺ വാങ്ങുന്ന സന്തോഷത്തിനേക്കാളും ഡബിൾ ഇരട്ടി ഇതാ എനിക്കൊരു ക്രിക്കറ്റിന്റെ എന്തെങ്കിലും പാഡോ ഗ്ലൗവോ ബാറ്റോ മേടിക്കുമ്പോൾ. കാരണം ബാറ്റ് എടുത്തപ്പോഴാണ് ഫസ്റ്റ് ഞാനൊരു 52,000 രൂപയുടെ ബാറ്റ് മേടിച്ചത്. അത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു സമയത്ത് എന്നെ കൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് വാങ്ങിച്ചു തരാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ എപ്പോഴോ അതിനെല്ലാം ഒരു തുടക്കം ഈ ഒരു നവംബറിലായിരുന്നു. അതിനുശേഷം പിന്നെ ഭയങ്കര ക്രേസായി. പിന്നെ അജീഷ് എന്ന് പറഞ്ഞ, ഇപ്പം എനിക്കൊരു ട്രിവാൻഡ്രം റോയൽസിലാണ് പുള്ളി ഇപ്പോൾ. ഇത് പുള്ളിയെ ലേലം വിളിച്ചെടുത്തായിരുന്നു KCLന്റെ ഇതില്. അപ്പം പുള്ളിയാണ് എന്നെ പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ട്. പിന്നെ അങ്ങനെ ഓരോ മാച്ച് കളിക്കാൻ ഇപ്പോഴും ഓടും തമിഴ്നാട്ടിൽ. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് നേരെ തമിഴ്നാട്ടിലോട്ട് പോകും. അപ്പൊ അവിടെ ടീമിൽ കളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, കാരണം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്, പക്ഷെ എങ്കിലും സന്തോഷം മനസ്സമാധാനം ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ശരത്തേട്ടന്റെ അടുത്ത് വരും ഞാൻ ക്രിക്കറ്റ് കളിക്കാറില്ല. ക്രിക്കറ്റിന്റെ ഇല്ല, സിനിമ ജീവിതത്തിൽ ഒരു ലോട്ടറി ആണെന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നു? എന്റെ കാര്യത്തിൽ ലോട്ടറിയാ. അല്ല, ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ലേറ്റ് 30s അപ്പോൾ വളരെ വൈകിട്ടാണ് എനിക്കൊരു സിനിമയിൽ ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം ലക്കിന് കിട്ടിയൊരു ലോട്ടറി എനിക്ക്. ഇവരുടെ ഈ ക്യാരക്ടറിന് വേണ്ടിയുള്ള ഫസ്റ്റ് ഓപ്ഷൻ ഞാനായിരുന്നില്ല. ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അവർ ജസ്റ്റ് എന്നെ കണ്ടു, അവരെന്നെ വിളിച്ച്, അതിൻ്റെ ഒരു ലോട്ടറി ഒരു ലക്കായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ ലോട്ടറിന്ന് പറയാൻ കാരണം ചേട്ടന് ഒരു ലോട്ടറി അടിച്ചതിന്റെ ഒരു ഗോസിപ്പ് ഞാൻ കേട്ടു. ഞാൻ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് വെറുതെ അല്ല, ഞാൻ എല്ലാ വർഷവും ഓണം ബമ്പർ അടിച്ച് പറഞ്ഞിടാറില്ലേ. 50 ലക്ഷം 50 ലക്ഷം 1 കോടി
എന്നിട്ട് അല്ലല്ല, ഇട്ടത് 1 കോടി അങ്ങനെ ഓണം ബമ്പർ അടിക്കുന്നയാ. അത് 2-3 വർഷമായിട്ട് ഇടുന്നുണ്ട് സ്ഥിരമായിട്ട്. അടിച്ചിട്ടില്ല. ഇല്ല ഇല്ല. ശരി, അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു, സോറി. അടിച്ചെങ്കിൽ അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ ആയാണ്. ആന്ന്, സത്യം. പിന്നെന്താന്ന് വെച്ചാ ഞാൻ ട്രെയിലർ കണ്ടു. അപ്പം അഖിലേട്ടന്റെ ഒരു റൊമാൻസ് ഒക്കെയാണ് ട്രെയിലറിൽ ഒരുപാട് കണ്ടായിരുന്നു. സോ കോളേജ് റൊമാൻസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കേൾക്കാൻ പറയൂ. അല്ല, കോളേജിൽ റൊമാൻസ് ചെയ്യാൻ വേണ്ടി ഒരു പേരെന്താന്ന് അറിഞ്ഞപ്പോഴേ ഇവന് മനസ്സിലുണ്ട്. കോളേജിൽ ഈ പറഞ്ഞ പഠിച്ച സമയത്ത് റൊമാൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പേരിനെ കിട്ടാത്തോണ്ടുള്ള വിഷമമുള്ളതാണ്. വേറല്ല, അതിന്റെ വിഷമം കൂടിയും സിനിമയിൽ അങ്ങ് തീർത്തില്ലേ? ഇടയ്ക്ക് പറഞ്ഞ് ഭാര്യനെയും കൂടി പേരായിട്ട് അഭിനയിപ്പിക്കുമെന്ന് വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആൻമാരിയെ സജസ്റ്റ് ചെയ്ത്. പിന്നെ ഈ ഒരു സിനിമയിലെ എക്സ്പീരിയൻസ്, ഹൊറർ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ഒരു കോമഡി ഹൊറർ ആണല്ലോ. അതിന് മെയിൻ ആണ് ഇവന്. നിങ്ങൾക്ക് നോക്കാനല്ലോ. അല്ല, പ്രേതം അന്വേഷിച്ചെടുക്കുന്ന യവനെ അവന്റെ ഗ്യാമീന. എന്നാലും ഒരു ഹൊറർ എക്സ്പീരിയൻസ് ലൊക്കേഷനിൽ എനിക്ക് ഇതേപോലെ നമ്മള് വാഗമണിലൊരു വെറൈറ്റി പറയാമോ? ഇപ്പൊ ഉണ്ടാക്കാനാ ഹോട്ടലായി ആൻഡമാൻ കഴിഞ്ഞു. പുള്ളി എന്ന് വെച്ചാൽ പല പല രാജ്യത്ത് സഞ്ചരിക്കുന്നുണ്ട്. അതിന്റെ ചോദിക്കാൻ വരികയായിരുന്നു. വിയറ്റ്നാം പ്രേത, ഹൈലാൻഡ് പ്രേത, ഇന്തോനേഷ്യ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക. സൂപ്പർ പ്രേതമായി. അത് എന്റെ അമ്മേന്റെ പേരിൽ നടന്ന കഥ. ഇന്തോനേഷ്യ ഒന്നല്ല. അല്ല, ഈ സെറ്റിൽ ഇതേപോലെ എനിക്ക് വാഗമണിലൊരു ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അത് ഏക്കുണ്ട്. അത് പക്ഷേ വലിയ സുഖമില്ലാതല്ല, എനിക്ക് ചെറിയൊരു ഇത് ഇനി ശരിക്കും ബാക്കിൽ ആരോ ഉള്ള പോലെ ഒക്കെ ഒരു ഫീലിംഗ് തോന്നിയായിരുന്നു. ഈ ഹൊറർ സീന് ഷൂട്ട് അതായത് ഇവര് പറയും ശരിക്കും പുറകിലൊരാള് ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യാനും പറയുമല്ലോ പുറകിലൊരാളുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് ശരിക്കും ഒരു പേടി തോന്നി. ഇങ്ങനെ ഒരാളുള്ള പോലെ ഒരു ഫീലൊക്കെ വന്നു. ശരിക്കും പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ? ചെറുതായിട്ട് ഉണ്ടോ? ഇവരുടെ പോലെ ഇവന്റെ ഫ്രണ്ട്സിന് ഭയങ്കര വിഷയം. അതുകൊണ്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് കാണും. കടവും. അല്ല, ഇങ്ങനെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇതുപോലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ. ഒരു അനുഭവം പറയോ? 16 ഇന്റർവ്യൂ ആയിരുന്നു. അതിന് 16 എപ്പിസോഡിൽ ഓരോ കഥ വെച്ച് പറഞ്ഞു. എന്റെ യൂട്യൂബിലുണ്ട്, അത് പോയി. എന്നാലും ഇല്ല, ഞാൻ ഈ പറയൂല. സപ്പോർട്ട് ചെയ്യാം. അല്ലെ, സത്യം ഞാനും സപ്പോർട്ട് ചെയ്യാം. അവര് സപ്പോർട്ട് ചെയ്യണമല്ലോ. ചിലപ്പോ ആർക്കെങ്കിലും അതുപോലത്തെ ഏത് അമ്മായിയുടെ ആണോ പുതിയ കൂടി ഹോട്ടൽ മതിയടാ. ഹോട്ടൽ മതി. അത് കുറച്ചുകൂടി ഇച്ചിരി ട്രിവാൻഡ്രത്തെ ഹോട്ടൽ. ട്രിവാൻഡ്രത്തെ ഹോട്ടൽ എത്രാമത്തേത് പറയുന്നത്? ഞാൻ ഒരു കല്യാണത്തിന് പോയി ട്രിവാൻഡ്രത്ത്. അപ്പോ നമ്മള് വെളുപ്പിനാണ് അവിടെ എത്തിയത്. അപ്പൊ അവരെന്നെ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നത്. അങ്ങനെ അവിടെ എത്തി എന്റെ കൂടെ 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മള് വെളുപ്പിനാട്ടോ സംഭവം. ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. അങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ട് നമ്മള് കടന്ന്, കല്യാണം ഉച്ചക്കല്ലേ, അപ്പൊ കുറച്ച് റെസ്റ്റ് എടുത്ത് ഉറങ്ങിയിട്ട് പോയ ശേഷം കടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞൊക്കെ ഞാൻ എന്തോ സൗണ്ട് ആയിട്ട് എണീറ്റ പാടെ ഞാൻ നോക്കിയപ്പോ എന്റെ കാലിന്റെ ഉള്ളിൽ ഒരു രൂപ ഇരിക്കുന്നുണ്ട്. ഒരു രൂപ ഇരിക്കുന്നുണ്ട്. എന്ത് 4 പേരോ? 4 ആമ്പിള്ളേരെ നീ മിണ്ടല്ലേ, അവള് പറയാം. 4 ആമ്പിള്ളേരാണ്. അല്ല, ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കപ്പിളും ഒരു ചെക്കനും പിന്നെ ഞാനും. അങ്ങനെയായിരുന്നു. 4 റൂമില്. ഞാൻ 4 പേര് റൂമില്. അതായത് നമ്മള് കുറച്ച് റെസ്റ്റ് എടുക്കാനാ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഒരാള് കപ്പിളെന്നല്ലേ പറഞ്ഞു. അപ്പൊ ആ രൂപം കാണും. അപ്പൊ ഒരു പെണ്ണ് എന്റെ കാലിലോട്ടിൽ ഇരിക്കുക, കുറെ മുടിയൊക്കെ ഉള്ള ഒരു പെണ്ണ്. എനിക്ക് എന്താ വെച്ചാൽ അതിന്റെ മുടി എന്റെ കാലുമ തട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അവരെല്ലാരും ഇവിടെ പുറത്താക്കുക. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിത് കണ്ടിട്ട് വറച്ച്, എനിക്ക് ഇവരെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇവരൊക്കെ വിളിക്കണതാക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒന്നിനും കഴിയുന്നില്ല. ഞാൻ പിടിച്ചു, ഞാൻ പോകും. സീരിയസായിട്ട് പറയുന്നതിന്റെ ഇടയിൽ പറയുന്നതിന്റെ മൂഡ് പോവാമേ. ഞാൻ പലതും അങ്ങനെ കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ട് എങ്ങനെയൊക്കെ കണ്ണടച്ച് കടന്നപ്പോഴും എനിക്ക് ഇതിന്റെ മുടി എന്റെ കാലുമ്മ തട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഈ മുടി ഇങ്ങനെ തന്നെ തഴകി പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി സാധനം പോയിന്ന്. ഫോണെടുത്ത് അങ്ങനെ പോയി. അത് പോയിട്ട് ഞാൻ കണ്ണുറന്നപ്പോ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ 4 പേരുണ്ടായിരുന്നു കൂടെ. അപ്പൊ അതിൽ ഒരാളോട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അത് സ്ലീപ്പിംഗ് പാരലൈസ് ആണ്, നീ പേടിക്കൊന്നും വേണ്ട, നോർമലി ഉണ്ടാവാറുള്ളത്, അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അത് വിട്ട്. പക്ഷെ അന്ന് തിരിച്ചു നമ്മൾ രാത്രി ആ ഹോട്ടലിൽ തന്നെ ഇന്ന് സ്റ്റേ. അപ്പൊ അങ്ങനെ കടക്കാൻ വന്നപ്പോ എന്റെ മൈൻഡിൽ ഉണ്ടാവും ഇനി ഞാൻ കാണുമെന്ന്. പക്ഷെ അന്നൊന്നും ഉണ്ടായില്ല. തിരിച്ച് ഞങ്ങള് ട്രെയിനിൽ കയറി, പിറ്റേ ദിവസം ട്രെയിൻ കയറി നാട്ടിൽ പോകുന്ന സമയത്ത്
കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അതായത് ഞാൻ അത് ഞാൻ ഒരാളോട് മാത്രമേ ഈ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കപ്പിളത്തെ ഹസ്ബൻഡ് ഇല്ലേ, പുള്ളിക്കാരൻ ഇങ്ങനെ ട്രെയിനിലിരുന്നപ്പോ പറഞ്ഞ്, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ട്, എന്റെ സ്വപ്നത്തിൽ ഒരു പെണ്ണിന്റെ കാലിലോട്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്, കുറെ മുടിയൊക്കെ ഉള്ള ഒരു പെണ്ണാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ കണ്ട രൂപവും പുള്ളി കണ്ട സ്വപ്നത്തിൽ കണ്ടതും സെയിം ആണ്. അപ്പൊ ആ റൂമിൽ എന്തോ ഒരു സംഭവം ഇല്ലേന്നൊരു സാധനം വന്നു. അല്ല ഈ പറഞ്ഞ ആള് അയാളോട് പറഞ്ഞു? ഇല്ല, ആയൊന്നും പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോ ചേട്ടൻ അറിയാത്തായിരിക്കും. അല്ല അല്ല, ആ കഥ പുള്ളിക്ക് അറിയേയില്ല. ഒരാൾ കപ്പിൾ എന്നല്ലേ പറഞ്ഞേ, അപ്പൊ അവർക്ക് അവരേതായിട്ടുള്ള അതെ. രാത്രി മേലെ ബെഡ് ഞാൻ താഴെ തറയില കടന്ന. നിന്നെ തട്ടിത്തടയാൻ വേണ്ടി മാത്രമുള്ള അല്ല അല്ല അല്ല, ശരിക്കുണ്ടായതാ, അങ്ങനെ ഉണ്ടായതാ. രാത്രി ശരിക്കും പറഞ്ഞ ഇവന് ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂ ഈ കഥ ഭയങ്കര പ്രൗഡായിട്ട് പേടിക്കുന്ന രീതി പറഞ്ഞ ഇപ്പോഴത് കോമഡി ഇനി ഞാൻ പറയും കഥ പറയില്ല. ഓക്കെ, ഇപ്പോ അഖിൽ ഷാ ചേട്ടന്റെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഒരു കമന്റ് കണ്ടതാണ്, സോഷ്യൽ ആൻസൈറ്റി സ്കാഡ് ബൈ യു. ഇങ്ങനെ ഓരോ രാജ്യത്ത് പോകുന്നു, ആ സ്പോട്ടിൽ ആ രാജ്യത്തുള്ള ആൾക്കാരായിട്ട് വീഡിയോ എടുക്കുന്നു. അതെങ്ങനെ പറ്റുന്നേ? പെട്ടെന്ന് സ്പോട്ടിൽ പോയി സംസാരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യക്കാരെ പോലെയല്ല ഫോറിനേഴ്സ്, ഭയങ്കര കൂളാണ് നമ്മള്. അതായത് ഇവിടുത്തെ ആൾക്കാർക്ക് ചില ആൾക്കാരോട് ഭയങ്കര പുച്ഛം, ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. പക്ഷെ ഫോറിനേഴ്സ് ഇപ്പൊ വെക്കേഷന്റെ ഒക്കെ സമയത്ത് അവര് വരുന്നത് എൻജോയ് ചെയ്യാനാ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പോയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവര് നമ്മളെ കൂടെ ചെയ്യാനും ഡാൻസ് കളിക്കാനും ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അവര്. നമ്മളെ പോലെ അവരെന്ത് വിചാരിക്കും, എന്റെ ഫാമിലി എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒരു മൈൻഡേ അവർക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവര് ചെയ്യാം, റെഡി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. അങ്ങനെയാണ് അങ്ങനെ കോണ്ടന്റ്സ് ഉണ്ടാവുന്നത്. ചേട്ടന്റെ ഒരു വലിയ ഫാനാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ. അപ്പൊ പ്രൊഡ്യൂസർ ചേച്ചിയാണ് പ്രൊഡ്യൂസർ. ചേച്ചിയാണ് ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കണം എന്ന് പറഞ്ഞു തന്നത്. നമുക്ക് ചില്ലായിട്ട് ഒരു റാപ്പിഡ് ഫയറിലോട്ട് പോയാലോ? ഇതിൽ ആർക്കാണ് ഇപ്പൊ ഹോസ്റ്റലില് 5 പൈസ ഇല്ല, ഒരാഴ്ച ഹോസ്റ്റലിൽ സർവൈവ് ചെയ്യണം, ആർക്കാണ് പറ്റുക? ഫുഡൊക്കെ ഹോസ്റ്റൽ ഫുഡ് കിട്ടോ? ആർക്കാണ് പറ്റുക? വെറുതെ ഇരിക്കാനാണെങ്കിൽ എനിക്ക് പറ്റുമായിരിക്കും. ഇപ്പൊ എനിക്ക് പറ്റുണ്ടാവും. നേരത്തെ ഉറങ്ങും, നേരത്തെ എണീക്കും. അങ്ങനെ മലപ്പുറത്തൊക്കെ മലയാളം അല്ലേടാ അവിടെ പഠിപ്പിക്കുന്നത്? മലപ്പുറത്തൊക്കെ അങ്ങനെയാണ്. നാർത്ത പെൽച്ചക്ക് ഞങ്ങൾ വെൽച്ചക്ക് എണീക്കൂ. അതെ, ഇത് നമുക്ക് മുന്നോട്ടോ പുലർച്ചെ അങ്ങനെ പറയാൻ അറിയാലോ. ഇതുപോലെ നമുക്കും ഉണ്ട് കേട്ടോ. ഉണ്ടോ? അതോടെ പറഞ്ഞില്ലെങ്കിൽ ശരി, അതുകൊണ്ട് ഇതിലാരാണ് പ്രാങ്ക് കോളി? ഇങ്ങനെ പ്രാങ്ക് ചെയ്തോണ്ടേയിരിക്കും. ഇവനൊരു ഞാനൊരു ലിപ് ലോക്ക് ചെയ്തായിരുന്നു. ആരാണ്? അഖിൽ ഷാ ആണോ സന്ദീപ്? ഞാനൊരു ഞാനിത് എക്സ്പെക്ട് ചെയ്തു. അല്ല, ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഇവനോട് ഇവിടെ കിസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവനിങ്ങനെ കിസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു. അതിന് ശേഷം അവൻ ഞാൻ ഫോൺ ഓൺ ആക്കുമ്പോൾ മാറിപ്പോന്നു. ഇന്നിപ്പോ ബാത്റൂമിൽ പോയപ്പോൾ ഒരു കിസ് പുള്ളിക്കതൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇത്രയും പ്രായമായിട്ട് കാമുകില്ലാത്തതിന്റെ പ്രശ്നം ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ എന്തിനു വെച്ചേ കുറെ നേരം നിന്നല്ലോ, അപ്പൊ വേഗം മാറ്റായിരുന്നില്ല മുഖം. പിന്നെ അതിനുള്ള സ്പീഡ് തന്നെ തന്നത്. അത് എങ്ങനെ തിരിഞ്ഞാൻ തോത്തല മൂങ്ങേ കണക്ക്. ഫോൺ അഡിക്ഷൻ ആർക്കാണ് കൂടുതൽ? എല്ലാവർക്കും ഉണ്ട്. എല്ലാരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും ഫോൺ അഡിക്ഷൻ അല്ലേ ഇപ്പൊ. അത് ക്വസ്റ്റ്യൻസ് നോക്കാറില്ലേ? അത് അവന്റെ കയ്യിൽ ഫോൺ. ഇതില് ആരാണ് കൂടുതൽ ചളി അടിക്കുക? ഇടക്ക് മാമ ഹൈ ആയിരിക്കും, ഇടക്ക് അഖില് ഹൈ ആയിരിക്കും. ഞാൻ ചളി അടിക്കല, ഞാൻ സ്റ്റാൻഡേർഡ് കോമഡീസ്. ശരി. അതെ, പിന്നെ അതുണ്ട്. പിന്നെ ഇതില് ഇപ്പൊ സ്നാപ്പ് ഉണ്ടല്ലോ, അപ്പൊ എവിടെ പോയാലും ആദ്യം സ്നാപ്പ് എടുത്ത് അയക്കുന്നത് ആരായിരിക്കും? സ്നാപ്പ് അടിക്കില്ല, പക്ഷെ സ്നാപ്പ് യൂസ് ചെയ്യാറില്ല. ആരും യൂസ് ചെയ്യില്ല. അതെന്താ? ഞങ്ങള് ജന ആൽഫയല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാണ് ടൈം ട്രാവൽ ചെയ്യാ, മുന്നോട്ട് പോവുക അല്ലെങ്കിൽ പുറകോട്ട് പോവുക, എങ്ങോട്ട് പോവും? പുറകോട്ട്. അതെന്താ? എല്ലാരും പുറകോട്ട് പോവും. ഇല്ല, ഞാൻ മുന്നോട്ട് പോകും. ഞാനും മുന്നോട്ട് പോകുള്ളൂ. മുന്നോട്ട് പോയിട്ട് എന്റെ ഫ്യൂച്ചർ എങ്ങനെയാന്ന് കാണും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് തിരിച്ചാലോ, അതിനനുസരിച്ച് അങ്ങനെ മാറ്റമല്ലോ. അപ്പൊ നമ്മള് ഇവിടെ വരുമ്പോ മറന്നു അല്ല, പിന്നോട്ട് പോയിട്ടൊന്നും തിരുത്തല്ല. അപ്പൊ ഇവിടെ ഇപ്പൊ നന്നായിരിക്കും. അങ്ങനെ പറ്റില്ലല്ലോ. അത് പറ്റും. അങ്ങനെ വേണമെങ്കിൽ ഇതാക്കാം. പക്ഷെ ഞാൻ ഫ്യൂച്ചർ വേറെ പ്രശ്നമുണ്ട്, തിരിച്ചു വരുമ്പോ മറന്നുണെങ്കിലാ. ശരിയാ.
അല്ലേ? മറ്റേ നമുക്ക് അവിടുന്ന് ചേഞ്ച് ചെയ്ത് തരാം. നമുക്കറിയാം. അപ്പൊ പിന്നോട്ട് നമ്മൾ പറഞ്ഞാലോ എന്ത് ചേഞ്ച് ഇതിപ്പോ പോവാൻ പറ്റൂലല്ലോ, അപ്പൊ പിന്നെ അതിനെ കുറിച്ച് നമ്മള് തർക്കിച്ചിട്ട് കാര്യം. എനിക്കൊന്ന് പിന്നോട്ട് പോകണം, ഒരാളുടെ ഫാദറിനൊന്ന് കാണാൻ. അറിയാടാ. അതിപ്പോഴും പോയാലും കാണാമല്ലോ. ഈ കൂട്ടത്തിൽ ആരാണ് അസ്ഥാനത്ത് ചളി അടിക്കുന്നത്? സീരിയസ് ആയി സംസാരിക്കുമ്പോ എന്തെങ്കിലും ചളി അടിക്കുക. പക്ഷെ ഇതെല്ലാം ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് പോലുണ്ടല്ലോ. നിങ്ങള് ഇനി അടുത്ത സന്ദീപിനെ പറയാം. കൊളാബറേഷൻ ഉണ്ട് കേട്ടോ. ഒരു ദിവസം ഇൻവിസിബിൾ ആവാൻ അവസരം കിട്ടാണ്, അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, ഓരോരുത്തരുടെ ഓക്കെ. എന്ത് ചെയ്യും? ഇൻവിസിബിൾ ആയിട്ട് പലരുടെ അടുത്തും പോവും പകൽ സമയത്ത്. എന്നിട്ട് അവരെന്തൊക്കെയാ നമ്മളെ പറ്റി പറയുന്നത് ചെയ്യുന്നതെന്ന് കാര്യം. ഞാൻ നോക്കും, നമ്മൾ മാറുമ്പോ ഫ്രണ്ട്സ് നമ്മളെ കുറ്റം പറയുന്നുണ്ടോ. പിന്നെ ട്രാവൽ ചെയ്യാലോ ഇൻവിസിബിൾ. ആ അതെ, ട്രാവൽ ചെയ്യാൻ പാസ്പോർട്ടും വേണ്ടല്ലോ, അല്ല, ഒന്നും വേണ്ടല്ലോ. ടിക്കറ്റ് ഒന്നും വേണ്ടല്ലോ. വേറെ രാജ്യങ്ങളിലുള്ള അറിയപ്പെടുമല്ലോ. ഇല്ല, അവിടുന്ന് വേഗം തിരിച്ചു. ഇൻവിസിബിൾ അല്ലേ, ഇങ്ങനെ പിടിക്കാനാണ് ഇപ്പോഴല്ലേ സമയം. പ്രൈവറ്റ് ജെറ്റ് ഒക്കെ നോക്കിട്ട് വരണം. Time- ആരെങ്കിലും ചേച്ചിൽ വരില്ല പോരെ. ടൈം ലിമിറ്റ് ഇല്ല, പോയിട്ട് വരാം. ഞാൻ ശ്യാമന്റെ കൂടെ പോകും, കാരണം പ്രയാതത്തിനൊക്കെ അപ്പോഴപ്പോഴാണ് അത് കൊള്ള തന്നെ എന്നറിയാം. നീ പേടിക്കും വല്ലാണ്ട്. അഖിലേട്ടൻ എന്ത് ചെയ്യും? കിടന്ന് പറയും ഇൻവിസിബിൾ ആയിട്ട് കിടന്നു. എത്ര ഇൻവിസിബിൾ ആയാലും 9 മണിക്ക് ഉറങ്ങണം. പക്ഷെ 5 മണിക്ക് എണീച്ച് മണി അടിക്കണം. ഈ ചേട്ടന് നേരത്തെ ഉറങ്ങല്ലേ? ഞാനും ഉറങ്ങും. വളരെ അപൂർവമായിട്ടാണ് നമ്മളെ പോലുള്ള ആൾക്കാരുള്ളൂ. അതെല്ലാരും ഞാനും അങ്ങനെ തന്നെ. നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കോ? ഒരു 5:30, 6. അത്രയൊക്കെ എണീക്കും, അത്രയൊക്കെ പക്ഷെ 9 മണിക്ക് ഉറങ്ങി കഴിഞ്ഞാൽ 9 മണിക്ക് അല്ലല്ല, ഞാനാണ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ കിടക്കാറില്ല, മക്കൾ അവിടെ ഇരി. അപ്പൊ ഒന്നും ചെയ്യാനില്ല ഇൻവിസിബിൾ ആയിട്ട്. ക്ഷേത്രത്തിൽ പോലുള്ള എടാ മറ്റേ ഏതോ ഒരു നിലവറന്റെ അകത്ത് നിധിയൊക്കെ ഉണ്ട് പറഞ്ഞില്ല, അതൊക്കെ ഉണ്ടോ പോയി നോക്കാൻ നമുക്ക്. അതെ, പത്മനാഭ ക്ഷേത്രത്തിൽ അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ഇപ്പൊ നിങ്ങള് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, അപ്പൊ ഈ എന്താ ഇൻസ്റ്റഗ്രാം ആൽഗരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാ തോന്നുന്നു? ഇപ്പൊ വീക്കിലി നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഇട്ടാ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു എന്നാണ് നിങ്ങളുടെ തോന്നുന്നത്? ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടന്റ് എപ്പോ ഇട്ടാലും കൺസിസ്റ്റൻസി ഉണ്ട് കേട്ടോ, അതൊരു മാറ്ററാണ്. അല്ല, അത് നമുക്ക് ഇൻസൈറ്റ് അത്യാവശ്യം നല്ല പ്ലസ് ഒക്കെ അടിച്ച് ബൂസ്റ്റ് ആയി നല്ല പ്രൊഫൈൽ എൻഗേജിങ് ആയിട്ട് നിൽക്കുകയാണെന്നുള്ളത് നമ്മളിപ്പോൾ ഏതൊരു വീഡിയോ ഇട്ടാലും അതിപ്പോൾ ഓരോ മണിക്കൂറാണ്. അതായത് ഒരു മണിക്കൂറിൽ ഇത്ര ലൈക്ക് നമുക്കൊരു കിട്ടും, നമുക്ക് പറയാൻ പറ്റും ഒരു 4000-5000 അടി. അത് പയ്യെ പയ്യെ കൂടി വരും. പിന്നീട് ഒരു മണിക്കൂർ ചിലപ്പം 1,00,000 കിട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഹാഷിറിന്റെ ഒക്കെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു മണിക്കൂറിനകത്ത് എങ്ങനെ പോയാലും ഒരു 1, 2, 3, 4 ലക്ഷം വെച്ച് അനുഭവം. കാരണം ഇൻസൈറ്റ് അത്രയ്ക്ക് ഇതാ. പിന്നെ അവന് ഒരു ഫാൻ ബേസ് ഉണ്ട്. അപ്പം അതുപോലെ അപ്പം ഈ പെട്ടെന്ന് ഈ പാൻ ഇന്ത്യൻ അവരുടെയൊക്കെ റീച്ച് നിങ്ങൾ നോക്കിയാൽ പിന്നെ പെട്ടെന്ന് ഒരു റീച്ചായി. പിന്നെ അവർക്കൊരു ഇൻസൈറ്റ്, അത് ഒരു മണിക്കൂർ അവർക്ക് ഇത്ര ലൈക്ക് കിട്ടിയിരിക്കും. 1 മില്യൺ ഒരു ദിവസം ഇത്ര മണിക്കൂറിനകത്ത് അത് കിട്ടിയിരിക്കും. അത് കറക്റ്റ് നമ്മളിങ്ങനെ വാച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇപ്പൊ വ്യൂസ് പറഞ്ഞല്ലോ, ഒരു മണിക്കൂറിൽ ഇത്ര കയറണം. അപ്പൊ വ്യൂസ് കുറയുമ്പോ നിങ്ങളെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യാൻ, ഭയങ്കര ഒബ്സസ്ഡ് ആവുന്നുണ്ടോ വ്യൂസും ലൈക്സിലും? അല്ല, ചില സമയം അത് ഇൻസ്റ്റാഗ്രാമിന് ചില സമയം ഉണ്ട്. അപ്പൊ നമ്മൾ ബഗ് ഉണ്ടോ അങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് തോന്നും. നമ്മളിപ്പോ അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് ഇട്ട് നമുക്ക് അറിയത് കയറും എന്ന സംഭവം വരുമ്പോൾ ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കും. ചില സാധനം പെട്ടെന്ന് കയറിയിട്ട് അങ്ങനെ അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കും. ചിലതൊട്ടും പ്രതീക്ഷിക്കുന്ന സാധനം കയറി അങ്ങ് പോകും. അങ്ങനെയൊക്കെ എന്റെ കേസിൽ ഞാനിപ്പോ ഒരു വീഡിയോ കയറിയില്ലെങ്കിൽ ആർച്ചീവ് കളയും, വീണ്ടും വേറെ വീഡിയോ ഇടും. അപ്പൊ തന്നെ കാരണം അറിയാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഒരു വീഡിയോ റീച്ച് ആക്കും എങ്ങനെയല്ലോ, റീച്ച് ആക്കിയിട്ടോ. മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് ഇത്. റീച്ച് ആയില്ലേ? എല്ലാവർക്കും ഉണ്ടാവില്ല, ഡിപ്പെൻസ് ആയിരിക്കും. എനിക്ക് അങ്ങനെ വ്യൂസ് പ്രശ്നമല്ല. എനിക്കിപ്പോ കൊളാബറേഷന്റെ സമയത്ത് ഇപ്പൊ നമ്മൾ അത്രയും പേയ്മെന്റ് വാങ്ങിയിട്ട് ഒരാൾ കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വ്യൂസ് കുറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാ. പൈസ വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ വിചാരിച്ച പോലെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമോ എന്നുള്ള ഒരു സാധനം, ആ സാധനത്തിന് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. നോർമൽ കോണ്ടന്റ്സ് ഇടുമ്പോൾ വ്യൂസ് എന്തെങ്കിലും റീച്ച് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ റീച്ച് നോക്കിയേ പറ്റത്തില്ല. കാരണം റീച്ചിനെ ബേസ് ആയിരിക്കും പ്രൊമോഷൻസ് വരുന്നത്. ഒരു പ്രൊമോഷൻ വരുന്നെങ്കിൽ തന്നെ അവർ ആദ്യം എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റ് 5 വീഡിയോയുടെ ഇതാക്കി നോക്കുന്നത് റീച്ച്. അപ്പൊ അതിനെ ബേസ് ആയിരിക്കും നമ്മൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓക്കെ ആവുന്നത്. അപ്പൊ അത് താഴെ പോകാൻ പാടില്ല. മാക്സിമം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഞാൻ. കണ്ടന്റ് ക്രിയേഷനും ഭയങ്കര പ്രഷർ ഉണ്ടല്ലേ? പ്രഷർ എടുക്കുന്നവർക്ക് പ്രഷർ ആവും. ഇവൻ അത്ര പ്രഷർ കാണത്തില്ല, കാരണം ഇവനെ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ടീമാണ്.
എന്നെ വെച്ച് എനിക്ക് കുറച്ച് പ്രശ്നം. നമുക്ക് അതിൽ ഇൻസൈറ്റ് നമുക്ക് തന്നേക്കുന്ന അതിനാ. ഇപ്പൊ നമ്മളെ ഫോളോവേഴ്സിന്റെ റേറ്റ് ഒക്കെ മൈനസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫോളോവേഴ്സ് കയറുന്നത് പയ്യെ ആയിരിക്കും. അങ്ങനെ കുറെ പരിപാടിയുണ്ട്. അപ്പൊ ഇതെല്ലാം മാക്സിമം പ്ലസ് ആക്കി വെക്കാൻ നമ്മൾ നോക്കണം. ഇപ്പൊ നമ്മൾ ഇന്നൊരു വീഡിയോ ചിലപ്പോൾ 1 million അടിക്കും, അപ്പം ഡാഷ്ബോർഡിൽ 1 million കയറും. അപ്പം വീണ്ടും അടുത്ത ആഴ്ച ആകുമ്പോൾ നമുക്ക് അത്രയും കയറിയില്ലെങ്കിൽ ആ പച്ച കത്തി നിൽക്കുന്നത് നമുക്ക് താഴോട്ട് പോകും. അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ ഇങ്ങനെ ചെയ്ത് പൊക്കോണ്ടിരിക്കണം. ശരി, നമുക്ക് നല്ല പണിയാ. നല്ല പണിയാ. അത് ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷനിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട് ഇത്. ട്രൈ ചെയ്യാൻ പറയാൻ പറ്റില്ല. ഒന്നും ചെയ്യാതിരുന്നിട്ട് നമുക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യുക. നമുക്ക് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അയ്യോ അവന് ഇരിച്ചു വന്നതായിരുന്നു. ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സിനിമയിലോട്ട് വരുന്നുണ്ട്. ഹാഷറിനെ പോലെ ഉള്ള ആ ഒരു ടീം 200 കോടി ക്ലബിലൊക്കെ കയറി വാഴ 2. അപ്പൊ അതൊക്കെ കാണുമ്പോ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നേ? ഒറ്റ കാര്യം പറയുള്ളൂ, ഞങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് അത് മാത്രമേ പറയുള്ളൂ അല്ലേ. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് റീച്ചും കാര്യങ്ങളൊക്കെ കാണും. ഞങ്ങളൊക്കെ ഈ പറഞ്ഞ ആശിറൊക്കെ കുറച്ച് ആൾക്ക് മുമ്പ് വന്ന ടീം സർവീസ്, അതിന് മുമ്പൊക്കെ ഉള്ളതാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങി അല്ലേ. എന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അല്ല, നമ്മൾ ചെയ്ത സമയത്ത് കോവിഡ് അല്ലായിരുന്നോ? അതെ. അന്ന് പിന്നെ എല്ലാം പരിപാടി ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയപ്പോ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഓരോ ടൈം ഓരോ ആൾക്കാർ നമ്മളിങ്ങനെ ഹൈപ്പ് കയറി വരുമല്ലോ. അപ്പൊ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്ക് ആദ്യമേ ഈ പറഞ്ഞിട്ട് വീഡിയോസ് ഒക്കെ ഇപ്പൊ ടൈപ്പ് വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയതൊക്കെ നമ്മൾ കുറച്ച് പേരായിരിക്കും. അവിടുന്നാണ് ആൾക്കാർ പല പല വീഡിയോസ് ചെയ്ത്. പിന്നെ അവരൊക്കെ വന്നതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ കൂടി കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി ചെയ്തു. അത് കിട്ടി. അതെ, ഒരുപാട് പടങ്ങൾ വരും, ഓപ്പർച്യൂണിറ്റി ഒരുപാട് ഓപ്പൺ ആയി. അപ്പം മറ്റേ ആൾക്കാർ വിചാരിക്കും അല്ലെങ്കിൽ അവന്മാർ റീല് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അവര് ആ സിനിമയിൽ നല്ലപോലെ ചെയ്തു, അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവർക്കും കൂടി അവസരം കിട്ടും. പിന്നെ സന്തോഷം, നമ്മളെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ് വന്ന് അവരുടെ 250 കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ആർക്കും പറ്റാത്ത ബ്രേക്ക് ചെയ്തില്ലേ? അതെ, പ്രൗഡ് അല്ലേ അത്? അതെ, ഭയങ്കര. പക്ഷെ അതിനകത്ത് കൂടി പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കമ്പാരിസൺ വെച്ചിട്ട് പടം കാണാൻ വേണ്ടി എല്ലാ പടങ്ങളും 250 കോടി കയറണം പറയും, ആഗ്രഹിക്കരുത്. മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. ഞാനും ചെയ്യാറുണ്ട്. 12 അല്ല അതല്ല, അവള് ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്കല്ലേ, ഒരുമിച്ചല്ല അല്ല, 12 മുന്തിരിയൊക്കെ കഴിക്കുക അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് മഹാരാജ ഹോസ്റ്റലിൽ എന്തായാലും വലിയൊരു സക്സസ് ആവാൻ മാനിഫെസ്റ്റ് ചെയ്യാം. ഒരു ചോദ്യം കൂടി, ഫിഫയൊക്കെ ആണല്ലോ നടക്കുന്നേ, സോ ഞാൻ കാണാറില്ല. ആര് ജയിക്കും? ഞാൻ കാണാറില്ല, എന്നോട് ചോദിക്കണ്ട. അവിടെ ചോദിച്ചു. എന്നാലും ചുമ്മാ പ്രഡിക്റ്റ് ചെയ്യും. ഇപ്പൊ 4 ടീമേ ഉള്ളൂ. അർജന്റീന, ബ്രസീൽ തോറ്റ്. അർജന്റീന, ബ്രസീൽ തോറ്റു. ബ്രസീൽ തോറ്റു. പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട് ഇനി കയറിയ ടീമുകള്? സ്പെയിൻ. നിങ്ങളൊന്നും കാണാറില്ലേ? ഞാനും കാണാറില്ല. ഒരു കളി ആ ഒരു തമാശക്ക് വേണ്ടി അവൻ എന്തുമാത്രം അല്ലല്ല, ഒരു കളീന്റെ കുറച്ച് കണ്ടു, പിന്നെ പോയി കിടന്നു തുടങ്ങി. ഞാൻ സ്പെയിന് ജയിക്കുമെന്ന് പറയുന്നു. ഞാൻ ഫ്രാൻസ്. ഇനി ഒരു ടീം കൂടി ഉള്ളത്. അല്ല, ഞാൻ കുറച്ചെങ്കിലും ആഗ്രഹം അർജന്റീന ജയിക്കണം. അതടുത്തേല് പോകും മെസ്സേജ് കേട്ടോ. ചേട്ടൻ ചുമ്മാ ഏതെങ്കിലും ഇംഗ്ലണ്ട് പറ. ഞാൻ അർജന്റീന പറഞ്ഞു. ആണല്ലേ? അപ്പൊ അർജന്റീന, സ്പെയിൻ ഇതൊക്കെയാണ്. ഓക്കെ, ഞാൻ സ്പെയിനോട്. അപ്പൊ എല്ലാവരും കാണോ? എന്തോ കാണാറുണ്ടോ? ഞാൻ കാണാറില്ല. ഭയങ്കര കോൺഫിഡൻസ്. ഇനി കുഴപ്പമില്ല. ജൂലൈ 24 മഹാരാജ ഹോസ്റ്റൽ റിലീസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി സിനിമ കാണാം. ആരൊക്കെയാ? എല്ലാരും പല തിയേറ്ററിലും പറഞ്ഞു. ഓക്കെ, താങ്ക് യു. എന്റെ കഞ്ഞി ഇന്റർവ്യൂ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നാക്കി തന്നില്ലേ? ആദ്യത്തെ അങ്ങോട്ട് ഒരുമിച്ചെന്ന് പറഞ്ഞ പുള്ളി കന്നി ഇന്റർവ്യൂ കമ്മയുടെ കൂടെ ഒരു അടുത്ത സീറ്റ് ബുക്ക് ചെയ്യാം. അല്ല, നന്നായില്ലേ? നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നിങ്ങളിങ്ങനെ ചില്ലായിരുന്നോണ്ട് എനിക്ക് വലിയ താങ്ക് യു. അതെ,